പ്രിയ സഖാവിനെ അവസാനമായി ആയിരങ്ങൾ കാണുന്നു. യാത്രയയക്കാനായി ആയിരങ്ങൾ എത്തുന്നു. ജനസാഗരം അലയടിച്ചെത്തുന്നു. നെഞ്ചിനുള്ളൊരു വലിയ തേങ്ങൽ സൂക്ഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന മനുഷ്യർ. പറയുമ്പോൾ വിരുമ്പി പോകുന്നുണ്ട് പലരും. ഓർമ്മകളിൽ അലിഞ്ഞു ചേരുമ്പോഴും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവേശത്തോടെ അവരൊക്കെ യാത്രയാക്കുകയാണ്. VSനെ അവസാന യാത്രയാണെന്നറിയാം. പക്ഷേ മനസ്സിൽ എല്ലാ കാലവും സൂക്ഷിക്കുന്ന ഒരു ജീവനുള്ള ചിത്രമായി VS അവശേഷിക്കും. ചങ്കിനുള്ളിലെ ആ ചോര നിറമുള്ള പുഷ്പമായി അവശേഷിക്കും VSന്റെ ഓർമ്മകൾ. അത്രത്തോളം സാധാരണക്കാരനൊപ്പം നിൽക്കുന്നു. കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ചെത്തു തൊഴിലാളികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും കയർ തൊഴിലാളികൾക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് പങ്കുവയ്ക്കാൻ. കയർ തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ഓർമ്മകൾ എല്ലാവരും പങ്കുവയ്ക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് എന്ന് നിസ്സംശയം നമുക്ക് VSനെ വിളിക്കാം. അത് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷത്തായാലും ഒക്കെയും ശബ്ദമുയർത്തേണ്ടിടത്ത് വളരെ കൃത്യമായി ശബ്ദമുയർത്തുകയും ഒരു സംഘത്തെ, ഉദ്യോഗസ്ഥരെയും പ്രവർത്തകരെയും കൂടെ നിൽക്കുന്ന ജീവനക്കാരെയും അടക്കം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആർജവം കാണിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ്, മാർക്സിയൻ തത്വശാസ്ത്രങ്ങളെ അതേപടി ജീവിതത്തിൽ പകർത്തിയ, ജീവിതം തന്നെ അതിനുദാഹരണമാക്കി മാറ്റിയ, മാതൃകയാക്കി മാറ്റിയ ഒരു നേതാവ്. നഷ്ടപ്പെട്ടില്ല ഒരിക്കലും എന്നാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, എവിടെയാണ് കൃത്യമായി ഇപ്പോൾ വാഹനവ്യൂഹം എത്തിയിട്ടുള്ളത്? ഇനിയും എത്ര ദൂരം കടന്നു പോകാനുണ്ട്? എത്ര സമയമെടുക്കുമായിരിക്കും? കരുവാറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. ഈ സ്കൂളിൻ്റെ മുൻവശത്തായി വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് VS അച്യുതാനന്ദനെ കാണാൻ. അവരുടെ നാട്ടുകാരനായിട്ടുള്ള നേതാവാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളായി മാറിയ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയിലാണ്. ആ യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഉള്ള വലിയൊരു വിഭാഗം ആളുകൾ മറ്റ് എവിടത്തെയും പോലെ തന്നെ കരുവാറ്റ മേഖലയിലും കാത്തു നിൽക്കുന്നുണ്ട്. ഇനി അമ്പലപ്പുഴ മേഖലയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഇനി ഏറെക്കുറെ 20 കിലോമീറ്ററിന് അടുത്ത ദൂരം മാത്രമാണ് അവശേഷിക്കുന്നത്. അത് പ്രതീക്ഷിക്കുന്ന അടുത്ത 1 മണിക്കൂർ സമയം കൊണ്ട് കടന്നു ചെല്ലാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർന്ന് ഇന്ന് പാർട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. അങ്ങനെ നേരെ വിലാപയാത്ര എത്തുന്നത് വേദിക്കകത്ത് വീട്ടിലേക്കാണ്. അവിടെ കുടുംബാംഗങ്ങൾക്കാണ് ആദ്യം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുക. അതിനുശേഷം പരിസരവാസികളായിട്ടുള്ള ആളുകൾക്കും നാട്ടുകാർക്കുമൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാം. ശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഭൗതിക ദേഹം എത്തുക. അത് കഴിഞ്ഞ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പ്രിയ നേതാവിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആലപ്പുഴ കടൽ തീരത്തോട് ചേർന്ന പ്രദേശമാണ്. അവിടെ ഒരു വലിയ സ്നേഹക്കടൽ കാത്തിരിക്കുന്നുണ്ട് VS അച്യുതാനന്ദനെ പ്രതീക്ഷിച്ചുകൊണ്ട്. ആ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി വൈകുന്നേരത്തോടുകൂടി വലിയ ചുടുകാട് അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് VS അച്യുതാനന്ദൻ്റെ മൃതശരീരം അടക്കം ചെയ്യപ്പെടും. ആ മണ്ണിൽ എവിടെയാണോ കളിച്ചു വളർന്നത്, എവിടെയാണോ സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്, ആ മണ്ണിലേക്ക് തന്നെ പ്രിയ നേതാവ് മടങ്ങിയെത്തുകയാണ്, മണ്ണോട് ചേരുകയാണ്.